ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു റൈഡ് വിസ്പേഴ്സ്. റൈഡ് വിസ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ടോക്ക് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഡിസംബർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മെയിൻ ഉദ്ദേശം നമ്മുടെ ഡിസംബർ മാസത്തിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസൊക്കെ ഒന്ന് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ മിക്കവാറും ആളുകൾക്കും ഡിസംബർ എന്ന് പറയുന്ന മാസം അത് റിയലി സ്പെഷ്യലായിരിക്കും അല്ലേ? യൂഷ്വലി നമുക്ക് എല്ലാവർക്കും ഇയർ എൻഡ് വൈബ്സ്, ക്രിസ്മസ്, അതുപോലെ തന്നെ ഡിസംബറിലെ മഞ്ഞ്, ആ ക്ലൈമറ്റ്, ഡിസംബർ വെതർ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ആൻഡ് അറ്റ് ദ സെയിം വേ ഇയർ എൻഡ് ആകുന്നതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തിലേക്ക് ഉള്ള പുതിയ കുറേ ന്യൂ ഇയർ റിസൊല്യൂഷൻ, സോ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ബേസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ മാസത്തിലായിരിക്കും. ഇതൊക്കെ ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബറിനെ കുറിച്ചുള്ള കോമൺ ആയിട്ട് മിക്കവാറും ആളുകളും പറയുന്ന സ്പെഷ്യാലിറ്റീസ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ബർത്ത് മന്ത് എന്ന് പറയുന്നത് ഡിസംബറാണ്. സോ ഞാൻ ജനിച്ച മാസമായതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഡിസംബർ പേഴ്സണലി സ്പെഷ്യൽ ആവാൻ കാരണം അത് ഒരു വലിയ ഘടകം തന്നെയാണ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ബർത്ത് മന്തിനെ കൂടുതലും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഈ ഡിസംബർ മാസത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സൊക്കെയാണ്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ആ ഒരു ഇയർ എൻഡിൻ്റെ ഒരു വൈബൊക്കെ നമുക്ക് സ്റ്റാർട്ടാകുന്നത് ഡിസംബറിലാണ്. അതെ, സോ ഒരു കൊല്ലം കഴിയാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ ആ ഒരു എക്സ്പീരിയൻസും ഒരുപാട് നല്ല പാഠങ്ങൾ നമ്മൾ പഠിച്ചു കാണും. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ പുതിയ ന്യൂ ഇയർ വരാൻ പോകുന്നു. അപ്പോൾ പുതിയതായിട്ടുള്ള ഒരു കൊല്ലത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആകുന്ന ഒരു മാസം ഡിസംബറാണ്. അതെ, അതുപോലെ തന്നെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ ഡിസംബറിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ. എനിക്കും ഡിസംബർ ഒരുപാട് സ്പെഷ്യലാണ്, ജസ്റ്റ് ബിക്കോസ് ഓൾ ദീസ് ഫാക്ടേഴ്സ്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം എൻ്റെ ഡിസംബറിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെ, സോ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ബർത്ത് മന്ത് ഡിസംബർ എന്നുള്ള മാസം ആകുമ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ബർത്ത്ഡേ അല്ല വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. നമ്മുടെ സെലിബ്രേഷനെല്ലാം വളരെ ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ മെൻറ്റാലിറ്റിയിൽ ഉള്ള ഒരു പോസിറ്റിവിറ്റി കൂടുതലും സ്റ്റേബിളായി നിൽക്കുന്നത് ഡിസംബറിലാണ്. കുഡ് ബി ബിക്കോസ് ഓഫ് ദ വെതർ, കുഡ് ബി ബിക്കോസ് ഓഫ് ദ സെലിബ്രേഷൻ വൈബ് അല്ലേ? സോ ഡിസംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും തന്നെ അത് ആ ഒരു മാസം ഭയങ്കര ഒരു സെലിബ്രേറ്റിംഗ് മന്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ള മൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബർത്ത് മന്ത് എന്നുള്ളൊരു സ്പെഷ്യാലിറ്റീനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാസം നമുക്ക് തരുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. ആ ഒരു തണുപ്പും മഞ്ഞും, മനസ്സ് നിറയെ സന്തോഷം, ഒരു സെലിബ്രേഷൻ മൂഡ്, ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഒരു ഡിസംബർ മാസത്തിന് മെൻ്റലി നമ്മളെ ഒന്ന് പോസിറ്റീവാക്കി എടുത്തു വയ്ക്കാൻ തന്നെ. ഓക്കെ, അപ്പോൾ ഡിസംബറിലെ ക്ലൈമറ്റ് ഈ ഒരു മാസത്തിന് ഒരുപാട് എലിവേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്ത് വർക്ക് സ്ട്രെസ്സ് കൂടുതലുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെയൊക്കെ അലാം ക്ലോക്ക് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. എല്ലാവർക്കും അതങ്ങനെ വരാൻ ചാൻസ്. കാരണം ആ മഞ്ഞൊക്കെ പെയ്ത് തണുപ്പടിച്ചിരിക്കുന്ന സമയത്ത് നല്ല പുതപ്പൊക്കെ പുതച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമുള്ള പരിപാടിയാണ്. അതിൻ്റെ കൂടെ അതിനെ ഏറ്റവും കൂടുതൽ സുഖപ്രദമാക്കുന്ന വേറൊരു ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ രാത്രി അലാം വയ്ക്കുന്നു, രാവിലെ ആസ് യൂഷ്വൽ വെച്ച ടൈമിൽ ഓൺ ടൈമിൽ അലാം അടിക്കുന്നു. ഈ അടിക്കുമ്പോൾ അലാം ഓഫ് ചെയ്ത് കിടന്നുറങ്ങുന്ന ആ ഒരു ഈവൻ ഇഫ് ഇറ്റ് ഇസ് 5 minutes, ആ ഒരു ആക്ടിവിറ്റി നമുക്കൊക്കെ തരുന്ന ഒരു സുഖമുണ്ടല്ലോ, അതിനെ മറികടക്കാൻ വേറെ ഒന്നിനും പറ്റില്ല. പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ഡെയിലി അലാം വെക്കുന്ന ഒരാളാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ പ്രീവിയസ് ഡേ ഞാൻ എൻ്റെ ഒരു പ്ലാനിങ് അനുസരിച്ച് ഞാൻ അലാം വെക്കുന്നു. അത് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആ ഒരു ടൈമിന് മുന്നേ തന്നെ ഞാൻ യൂഷ്വലി എഴുന്നേൽക്കാറുണ്ട്. ഞാനൊരു 4:55 അലാം വെക്കുന്നതെങ്കിൽ ഞാനറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഞാനൊരു 4:50 യൂഷ്വലി എഴുന്നേൽക്കാറുണ്ട്. എക്സെപ്റ്റ് ഈ ഒരു മാസം. അപ്പോൾ ഡിസംബർ മാസമായി കഴിഞ്ഞാൽ ആ ഒരു പരിസ്ഥിതി നമുക്ക് കാണാനേ പറ്റില്ല. കാരണം കുഡ് ബി ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കാം,
ആൻഡ് ബോഡി അത്ര ആക്റ്റീവ് ആയിരിക്കില്ലല്ലോ, ആ ഒരു തണുത്ത ആ ഒരു സ്പാസ്റ്റിക് സ്റ്റേറ്റിലായിരിക്കുമല്ലോ മോസ്റ്റ്ലി നമ്മുടെയൊക്കെ ശരീരം ഉണ്ടാവുക. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ദിവസമായിട്ട് ഞാൻ എങ്ങനത്തെ ഒരു പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് അലാം അടിക്കുമ്പോൾ എഴുന്നേറ്റ ഉടനെ സ്നൂസിലിടുന്നു. എന്നിട്ട് 5 മിനിറ്റ്സ്, ഓക്കെ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ അടിക്കുന്നു, സ്നൂസിലിടുന്നു, അഗെയിൻ 5 മിനിറ്റ്സ്. സോ ഇങ്ങനെ ഒരു 4-5 5 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ മൊബൈൽ എടുത്തിട്ട് ഓക്കെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേക്കാമെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മൊബൈലിലൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുള്ളൊരു ടൈം വെച്ചിട്ട് കിടന്നുറങ്ങും. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് എഴുന്നേക്കും. പിന്നെ ആ ഒരു അടുത്ത അലാം വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ബോഡി ഈസ് ഓൺ ആയിരിക്കും. ആ സമയത്ത് അലാം അടിച്ച ഉടനെ ഞാൻ എഴുന്നേക്കാറുണ്ട്. ഈ ഒരു ഡിസംബറിൽ ഇതാണ് സംഭവിക്കാറ്. നിങ്ങളെങ്ങനെയാണ് ഗൈസ്? ഡിസംബർ മാസത്തിലും നിങ്ങളുടെ ആ ഒരു റുട്ടീൻ എന്നുള്ളത് വളരെ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ആളാണോ, അതോ നമ്മുടെ ഒരു ടീമിലുള്ള ഉൾപ്പെടുന്ന മടിയന്മാരും മടിച്ചുകളൊക്കെ ആയിട്ട് കാലത്ത് അലാറം സ്നൂസ് ചെയ്ത് പതുക്കെ മടിച്ച് ലേസി ആയിട്ട് എഴുന്നേൽക്കുന്ന ആൾക്കാരാണോ? യു ആർ ഇൻട്രസ്റ്റഡ് ഓൺ ദിസ് ടോപ്പിക്, പ്ലീസ് കോമെൻറ്റ് ബിലോ. ഓക്കെ ഫൈൻ. അടുത്ത പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഗസ് ഈ ഒരു പോയിൻ്റാണ് ഡിസംബറിനെ സ്പെഷ്യാലിറ്റീസിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള പോയിൻ്റ് എന്ന് തോന്നുന്നു. ഇറ്റ്സ് ക്രിസ്മസ്. അതെ. സോ ഒരു ക്രിസ്മസ് നമുക്ക് തരുന്ന വൈബ്, അത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ അല്ലേ? ആ ഒരു റെഡ് കളർ തീം. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ബൈക്കും ഓൾമോസ്റ്റ് ഒരു ക്രിസ്മസ് തീമിലുള്ള ബൈക്കാണ് കേട്ടോ. മീൻ ആ ഒരു കളർ. ഈവൻ എൻ്റെ പുതിയ കീ ചെയിൻ ഉണ്ടോ, ചിൻചാൻ്റെ കീ ചെയിനാണ്. ചിൻചാൻ കൂൾ. ചിൻചാൻ ഫുട്ബോൾ കളിക്കാൻ പോകണേ. യെസ്, ക്രിസ്മസ് വൈബെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ ക്രിസ്മസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രൈമറി സ്കൂളിങ്ങൊക്കെ ചെയ്തത് ഈവൻ ടിൽ 10th വരയ്ക്കും ഞാൻ ചെയ്തിരുന്നത് നമ്മുടെ നീൽഗിരീസിൽ ഗൂഡല്ലൂരിനടുത്ത് ധർമ്മഗിരിയിലുള്ള ഒരു ഗവൺമെൻറ് സ്കൂളുണ്ടായിരുന്നു, ഗവൺമെൻറ് ഹൈസ്കൂൾ ധർമ്മഗിരി. അവിടെയാണ് ഞാൻ പഠിച്ചത്. മലയാളം മീഡിയമാണ്. അവിടെ നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമ്മളെ ഒരു ക്രിസ്മസ് ടൈം ആകുമ്പോൾ ക്ലാസ്സിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സീക്രട്ട് സാന്റ എന്നാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം അതിനുള്ള പേര് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് എന്നൊക്കെയാണ് പറയാറ്. ഓക്കെ, ക്ലാസ്സിലുള്ള എല്ലാവരും ആളുകളുടെ പേരെഴുതി ചീറ്റിലെഴുതി അത് ഫോൾഡ് ചെയ്തിട്ട് ഒരുമിച്ച് ഞങ്ങൾ ചെയ്തിരുന്നത്, നമ്മൾ ചോറ് കഴിക്കാൻ പ്ലേറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു. ആ പ്ലേറ്റിലെല്ലാം കൂടി ആരെങ്കിലും ഒരാളുടെ പ്ലേറ്റ് എടുത്തിട്ട് എല്ലാവരും ഇടും. എന്നിട്ട് ക്ലാസ് ടീച്ചറും പിന്നെ സ്റ്റുഡൻസും എല്ലാവരും ഉണ്ടാകും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ നെയിം എടുക്കുന്നു, അവർക്ക് എടുക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് ഒരു പ്രോഗ്രാം വെക്കാറുണ്ട്, ജസ്റ്റ് ക്രിസ്മസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഈ പാട്ടും ഡാൻസും പരിപാടികളൊക്കെ, ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അത്ര വലുതൊന്നുമല്ല, ചെറിയ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ. അന്ന് ഓരോരുത്തർക്ക് ആരാണോ കിട്ടിയിട്ടുള്ളത് അവരെ നമ്മൾ എന്ത് ചെയ്യും, അവർക്കൊരു ഗിഫ്റ്റൊക്കെ മേടിക്കും. ഗിഫ്റ്റ് മേടിച്ചിട്ട് അന്ന് ഗിഫ്റ്റുകൾ കൈമാറുന്ന ഒരു ദിവസമായിരിക്കും. ഭയങ്കര രസമാണ് അത്. അവിടെ ആ ഒരു ദിവസത്തിൻ്റെ ആക്ച്വൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, അത് ഐ ഫീൽ യെസ്, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. നമുക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടും, ഓക്കെ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിന് ആ മേടിക്കുന്ന ആളെ എങ്ങനെയായിരിക്കും അല്ലേ, എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ളൊരു വൈബൊക്കെ തരുന്നൊരു സമയമാണ് ഈ ക്രിസ്മസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ സ്കൂളിൽ കേട്ടോ. ആൻഡ് ദ സെയിം വേ അവിടെ അടുത്ത് രണ്ട് ഫേമസ് ചേർച്ചൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ഫേമസ് അല്ല, നമ്മുടെ ഏരിയയിൽ ആ 2 ചേർച്ചും ഭയങ്കര ഫേമസ് ആണ്. ഓക്കെ അല്ലേ? സോ അവിടെ നിന്ന് ഈ കാരോൾ ആളുകളൊക്കെ വരാറുണ്ട്. സോ നൈറ്റ് ക്രിസ്മസ് പപ്പായുടെ വേഷമൊക്കെ ഇട്ട് മറ്റേ ഡ്രംസാന്ന് തോന്നുന്നു, ഡ്രംസൊക്കെ കൊട്ടി ഇങ്ങനെ നൈറ്റ് ആകുമ്പോൾ കരോൾ പാട്ടുകളൊക്കെ പാടിയിട്ട് ഓരോ ആളുകളുടെ വീട്ടിൽ പോയി പോവാറൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ വല്ലാതായിട്ട് എൻജോയ് ചെയ്തിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ വരാറില്ലായിരുന്നു, ബട്ട് സ്റ്റിൽ എനിക്ക് ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. പ്ലസ് ദ സെയിം വേ ആ ഒരു സമയത്ത് ഇവരുടെ ഈ കരോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ജനലിൻ്റെ സൈഡിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ ആസ്വദിക്കാറുണ്ട്. തണുപ്പിൻ്റെ കൂടെ തന്നെ നക്ഷത്രങ്ങളൊക്കെ നല്ല രസമായിരിക്കും. ഈ മഞ്ഞത്ത് ഒരുമാതിരി മങ്ങിയ വെളിച്ചത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു ക്രിസ്മസ് വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം അതുപോലത്തെ ഇതൊന്നും കിട്ടാറില്ല. ബട്ട് വാട്ട് ടു സേ, ഇവിടെ ഇങ്ങനെ ഈ വണ്ടിയൊക്കെ എടുത്ത് റൈഡൊക്കെ പോകുമ്പോൾ ഒരു സൈഡിൽ ക്രിസ്മസിൻ്റെ മറ്റേ ഡെക്കറേഷൻസ് ഒക്കെ കാണുമ്പോൾ ഒരു കൈൻഡ് ഓഫ് മനസ്സിനൊരു കുളിർമ എന്നൊക്കെ പറയുന്ന പോലെ അതൊരു ഗുഡ് വൈബ് തരാറുണ്ട്, പോസിറ്റീവ് ഗുഡ് വൈബ് തരാറുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇയർ എൻഡ്. അതെ, സോ ഒരു കൊല്ലത്തിലെ അവസാനത്തെ മാസം, അതാണ് ഡിസംബർ.
ഡിസംബർ ആകുമ്പോൾ നമുക്ക് ആ ഒരു കൊല്ലത്തിൽ നമ്മൾ അണ്ടർഗോ ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഉണ്ടാവും. അതിൽ വരുന്ന നല്ല കാര്യങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയി എടുക്കുക, ചീത്ത കാര്യങ്ങളൊക്കെ ഓരോ പാഠങ്ങളായി എടുക്കുക, അതിൽ നിന്നൊക്കെ പഠിക്കുക. എന്നിട്ട് അടുത്ത ഒരു വരാൻ പോകുന്ന ഒരു വർഷത്തിന് വേണ്ടി നമ്മളെല്ലാം തയ്യാറെടുക്കുന്നു. ഇത്രയും ഒരുമയോടുകൂടി ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു, ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു മാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെയാണ് ഡിസംബർ എന്ന മാസത്തിനെ കുറിച്ച് എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഡിസംബറിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? മൈൻഡിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന വൈബ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഡിസംബർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസസ്, നിങ്ങൾക്ക് ഡിസംബറിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് പ്ലീസ് ഡു കോമെൻറ്റ് ബിലോ. അടുത്തൊരു ടോപ്പിക്കുമായി എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം. അൻറ്റിൽ ദെൻ ബൈ 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 ബൈ.